അപ്പോൾ സോഷ്യോളജിക്കൽ തിയറി ആൻഡ് കോൺസെപ്റ്റ്സിൻ്റെ യൂണിറ്റ് 5 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് മെയിനായിട്ട് ഓർഗാനിക് അനാലജി ആൻഡ് സ്ട്രക്ചർ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പറ്റിയിട്ടും പിന്നെ കുറച്ച് കീ തിങ്കേഴ്സിൻ്റെ പെർസ്പെക്റ്റീവൊക്കെ സോഷ്യൽ സ്ട്രക്ചറിനെ പറ്റിയിട്ട് ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓർഗാനിക് അനാലജി ആൻഡ് സ്ട്രക്ചർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഹെർബർട്ട് സ്പെൻസറാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഓർഗാനിക് അനാലജി യൂസ് ചെയ്യുകയും ചെയ്തു. അതായത് സൊസൈറ്റിയെ ഒരു ലിവിങ് ഓർഗാനിസം ആയിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. സോ ഒരു ലിവിങ് ഓർഗാനിസത്തിന് കുറച്ച് പാർട്സൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, സെൽസ് ഉണ്ട്, ടിഷ്യൂസ് ഉണ്ട്, ഓർഗൻസ്. സൊസൈറ്റീനെയും അങ്ങനെ കുറച്ച് പാർട്സൊക്കെ ഉള്ള ഒരു ഓർഗാനിസമായിട്ട് കമ്പയർ ചെയ്തു. സോ ഈ ഒരു ഓർഗാനിസത്തിൻ്റെ എല്ലാ പാർട്സും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്താലേ അതിന് ജീവിക്കാൻ പറ്റും. സൊസൈറ്റീനെയും അങ്ങനെ തന്നെ ഒരു കമ്പയർ ചെയ്തു. എന്നിട്ട് ഈ ഒരു അനാളജി കാരണം സൊസൈറ്റീനെ ഒരു സിസ്റ്റം ഓഫ് ഇൻ്റർഡിപ്പെൻഡൻറ്റ് പാർട്സ് ആയിട്ട് കണ്ടു. അതുപോലെ തന്നെ അതിന് കുറച്ച് ലിമിറ്റേഷൻസും ഉണ്ട്. അതിന് ഫോക്കസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം മുന്നോട്ട് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസിന് സർവൈവ് ചെയ്യാൻ ഒറ്റയ്ക്ക് പറ്റത്തില്ല, പക്ഷെ സിംഗിൾ സെൽസിന് പറ്റും. അങ്ങനെ ഒരു കോൺസെപ്റ്റും കൂടെ മുമ്പോട്ട് വന്നു. അതായത് ഒരു സൊസൈറ്റി ഹാസ് മൾട്ടിപ്പിൾ പാർട്സ്. പിന്നെ ഈ ഒരു സൊസൈറ്റിക്ക് പാർട്സ് എല്ലാം ഇൻ്റർഡിപ്പെൻഡൻ്റ് ആവും. ഇങ്ങനത്തെ കുറച്ച് കീ പോയിൻറ്റ്സാണ് ഈ ഓർഗാനിക് അനാലജി ആൻഡ് സ്ട്രക്ചറിൽ വരുന്നത്. പിന്നെ AR റാഡ്ക്ലിഫ് ബ്രൗണിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞത് സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു എംപിരിക്കലായിട്ടുള്ള ഒബ്സർവബിൾ ആയിട്ടുള്ള റിയാലിറ്റിയാണ്, നാച്ചുറൽ സയൻസ് പോലെയൊന്നും അല്ല എന്ന്. അപ്പം ഈ ഹെർബർട്ട് സ്പെൻസറിൻ്റെ കോൺസെപ്റ്റിന് വൈരുദ്ധ്യമായിട്ടുള്ള ഒരു ഇതാണ് റാഡ്ക്ലിഫ് ബ്രൗൺ പറഞ്ഞിട്ടുള്ളത്. സോ പറഞ്ഞത് ഇതൊരു എക്സിസ്റ്റിംഗ് സോഷ്യൽ റിലേഷൻഷിപ്സിനെ ആയിട്ട് ആളുകളുടെ ഇടയ്ക്കുള്ള ഒരു എക്സിസ്റ്റിംഗ് സോഷ്യൽ റിലേഷൻഷിപ്പായിട്ടാണ് ബ്രൗൺ പറഞ്ഞത്. അല്ലാതെ ബയോളജിക്കൽ ഇൻഡിവിജ്വൽസ് ആയിട്ടല്ല, പക്ഷേ സോഷ്യൽ റോൾസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ആണ്, ചേഞ്ചിങ് ആണ്, പക്ഷേ എന്നാലും ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകും. സോ ഇതാണെങ്കിൽ സ്പെസിഫിക് സ്ട്രക്ചേഴ്സുമായിട്ട് കമ്പയർ ചെയ്ത് ജനറലൈസ്ഡ് ആയിട്ടുള്ളൊരു അബ്സ്ട്രാക്റ്റ് ഫോം അതുമായിട്ട് കമ്പയർ ചെയ്തു. സ്ട്രക്ചറൽ ടൈപ്പുമായിട്ട് ഈ സോഷ്യൽ സ്ട്രക്ചറിനെ കമ്പയർ ചെയ്തു. സോ കുറച്ചും കൂടെ സോഷ്യൽ റിലേഷൻഷിപ്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് റാദർ ദാൻ ഒരു അനാലജിക്കൽ പേഴ്സ്പെക്റ്റീവിൽ. പിന്നെ ഈ ഇവാൻസ് പ്രിറ്റ്കാറ്റ്സ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് റാഡ്ക്ലിഫ് ബ്രൗണിനെ പോലെയല്ല, മറിച്ച് ഇവാൻസ് പ്രിറ്റ്കാറ്റ് സോഷ്യൽ സ്ട്രക്ചറിനെ ഒരു അബ്സ്ട്രാക്ഷൻ ആയിട്ടാണ് കണ്ടത്. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഗ്രൂപ്പ്സിനുണ്ടെന്ന് പറയുന്നുണ്ട്. അല്ലാതെ ഇൻഡിവിജ്വൽസിനേക്കാളും ഗ്രൂപ്പ്സിന് ഫോക്കസ് കൊടുത്തിട്ടുള്ളത്. ന്യൂആർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്ലെസ് സൊസൈറ്റീനെ പഠിച്ചിട്ട് അതിൻ്റെ സെഗ്മെൻ്ററി പൊളിറ്റിക്കൽ സിസ്റ്റം ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഗ്രൂപ്പ് ഐഡൻറ്റിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതൊക്കെ അതിനകത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലൗഡ് ലെവി സ്ട്രോസും എഡ്മണ്ട് ലീച്ചിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവി സ്ട്രോസ് സോഷ്യൽ സ്ട്രക്ചറിനെ ഒരു മോഡലായിട്ടാണ് കണ്ടത്, അല്ലാതെ എംപിരിക്കൽ എൻറ്റിറ്റി ആയിട്ടല്ല. അതുപോലെ തന്നെ സോഷ്യൽ റിലേഷൻസ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് ഈ പാറ്റേൺസ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടും ഒരു അനാലജീനെ ലാംഗ്വേജ് ഗ്രാമർ പഠിക്കാൻ വേണ്ടിയിട്ടുമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കോൺഷ്യസ് ആയിട്ടുള്ള അൺകോൺഷ്യസ് ആയിട്ടുള്ള മോഡൽസ് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെക്കാനിക്കൽ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോൺഷ്യസ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോംസും, അൺകോൺഷ്യസ് മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺകോൺഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ബിഹേവിയർ പാറ്റേൺസുമാണ്. പിന്നെ ലെവി സ്ട്രോസുമായിട്ട് കുറച്ചും കൂടെ അലൈൻ ചെയ്തിട്ടുള്ള ഒരു ഐഡിയോളജി ആയിരുന്നു. അതിനകത്ത് ലോക്കൽ സ്ട്രക്ചേഴ്സിനാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ നോംസിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ജൂറൽ റോൾസിനെ, അതായത് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള നോംസിനെ ആയിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ട് ഈ യൂണിറ്റ് സോഷ്യൽ സ്ട്രക്ചർ റിയൽ ആണോ എന്നുള്ളതായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്.
അതായത് റാഡ്ക്ലിഫ് ബ്രൗൺ സോഷ്യൽ സ്ട്രക്ചർ റിയൽ ആണെന്നും ലെവി സ്ട്രോസ് സോഷ്യൽ സ്ട്രക്ചർ ഒരു മോഡലാണെന്നും ഉള്ള ഒരു ഡിബേറ്റ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇതിനകത്ത് SF നാഡൽ എന്ന് പറയുന്ന ഒരാൾ സിന്തസിസ് ആയിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സ്ട്രക്ചറിൽ ഒരു റോൾസും അതുപോലെ തന്നെ ഇൻ്റർ കണക്റ്റഡ് പാറ്റേൺസും ഉണ്ട്. സോ ഇതിനകത്ത് ബോത്ത്, അതായത് സോഷ്യൽ സ്ട്രക്ചറിൽ എംപിരിക്കലും അതേപോലെ തന്നെ അബ്സ്ട്രാക്ട് വ്യൂസും ഉണ്ടെന്നാണ് SF നാഡൽ അവകാശപ്പെടുന്നത്. അപ്പം ഇത് ബേസിക്കായിട്ട് സോഷ്യൽ സ്ട്രക്ചർ എന്താണെന്ന് മാത്രം, അതുപോലെ തന്നെ ഓർഗാനിക് അനാലജി ആൻഡ് സ്ട്രക്ചറിലെ ആ 3 കീ പോയിൻറ്റ്സും നോക്കിയാൽ മതി.